എല്ലാ വിദ്യാർത്ഥിനികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബ്രേക്കിംഗ് ന്യൂസായിട്ട് ഇപ്പോൾ പുറത്തു വരുന്ന വളരെ സുപ്രധാനമായ അറിയിപ്പാണ്. 8ാം ക്ലാസ് പരീക്ഷാഫലം ഏപ്രിൽ 5-ന് പ്രസിദ്ധീകരിക്കും. മിനിമം മാർക്ക് ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്ക് ഏപ്രിൽ 25 മുതൽ പരീക്ഷ നടത്തും. തോറ്റാൽ 8ാം ക്ലാസ് ഒരു വർഷം കൂടി പഠിക്കേണ്ടി വരുമോ? വിശദമായ വാർത്തയിലേക്ക് പോകാം. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥിനി ഉണ്ടെങ്കിൽ തീർച്ചയായും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്തതിനൊപ്പം നോട്ടിഫിക്കേഷൻ ബെല്ലുകൾ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുന്നുണ്ടെങ്കിൽ മാത്രം തീർച്ചയായും ഒന്ന് ലൈക്കും കൂടി ചെയ്യാനും അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോയിലുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വളരെ പ്രധാനം അറിയിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കടക്കാം. 8ാം ക്ലാസ് പരീക്ഷാഫലം ഏപ്രിൽ 5-ന് പ്രസിദ്ധീകരിക്കും. മിനിമം മാർക്ക് ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്ക് ഏപ്രിൽ മാസം 25-ന് പരീക്ഷ നടത്തും. അതായത് ഞാൻ ഉദാഹരണം പറയുകയാണെങ്കിൽ ഏപ്രിൽ 5-ന് പ്രസിദ്ധീകരിക്കാൻ പോകുന്ന 8ാം ക്ലാസ് പരീക്ഷാഫലത്തിൽ 30% മാർക്ക് ലഭിക്കുന്ന വിദ്യാർത്ഥികളെ മാത്രമാണ് ക്ലാസ് കയറ്റം നൽകുക. 30% മാർക്ക് ലഭിക്കുന്ന വിദ്യാർത്ഥി അല്ലെങ്കിൽ വിദ്യാർത്ഥിനിക്ക് മാത്രമാണ് എന്ത് ചെയ്യുക, 9ാം ക്ലാസ്സിലേക്കുള്ള ക്ലാസ് പ്രവേശനം നൽകുക. ശേഷം 30% താഴെ മാർക്ക് ലഭിക്കുന്നവരെ തോൽപ്പിക്കും. ശേഷം ഏപ്രിൽ മാസം 25 വരെ ക്ലാസ്സുകൾ നടത്തി അവർക്ക് ഏപ്രിൽ 5-ന് വീണ്ടും പരീക്ഷ നടത്തും. ഏപ്രിൽ 25 മുതൽ ഏപ്രിൽ 25 ടു 28 വരെ അവർക്ക് വീണ്ടും പരീക്ഷ നടത്തി അതിൽ പാസ്സാകുന്ന പക്ഷം മാത്രം, അതിൽ 30% മാർക്ക് ലഭിച്ച് പാസ്സാകുന്ന പക്ഷം മാത്രമാണ് വിദ്യാർത്ഥിനെ ക്ലാസ് കയറ്റം ലഭിക്കുക. 8ാം ക്ലാസ് ഒന്നും കൂടെ പഠിക്കേണ്ടി വരുമോ എന്നുള്ളത് വ്യക്തമല്ല. എത്രത്തോളം പ്രാബല്യത്തിൽ വരുമെന്ന് അറിഞ്ഞുകൂടാ. കാരണം 8ാം ക്ലാസ് വരെ ഒരു വിദ്യാർത്ഥിയുടെ നിർബന്ധിത വിദ്യാഭ്യാസമാണ്. അതുകൊണ്ട് തന്നെ എത്രത്തോളം ഇത് പ്രാബല്യത്തിൽ വരും എന്ന് അറിഞ്ഞിട്ടുണ്ട്. എന്നാലും നിലവിലെ വസ്തുത പ്രകാരം 8ാം ക്ലാസ് പരീക്ഷയിൽ തോറ്റു കഴിഞ്ഞാൽ നിലവിൽ പരീക്ഷ നടത്തും. അപ്പോൾ എന്തായാലും നല്ല രീതിയിൽ പഠിച്ചു മുന്നേറുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മൈ നെയിം ഈസ് ക്രേ, ദ ഫൗണ്ടർ ഓഫ് സ്ക്രേ ഫോട്ടക്, ദ കരിയർ ഗൈഡൻ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.